നമസ്കാരം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ വിഷയമാണ്. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ സംഭവിച്ചത്. പലരും പറയുന്നത് മറ്റത്തൂർ ഒരു മാതൃകയാണ് എന്നാണ്. എൻ്റെ സുവ്യക്തമായിട്ടുള്ള അഭിപ്രായം മറ്റത്തൂർ ഒരു മാതൃകയല്ല, അതൊരു വികാരപ്രകടനം മാത്രമാണ്. മറ്റത്തൂർ ഒരു മാതൃക എന്ന് പറയുന്നത് എങ്ങനെയാണോ ഗുജറാത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർ മുഴുവൻ ഒഴികെ ബി ജെ പിയിലെത്തി ബി ജെ പി ഗുജറാത്ത് ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയത്, അതുപോലെയുള്ള ഒരു ഒഴുക്കാണ് മറ്റത്തൂരിൽ സംഭവിച്ചത് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി വളർന്നതും വലുതായതും ഭരിക്കുന്നതും കോൺഗ്രസ്സുകാരെ കൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് ബി ജെ പി ആയി മാറിയതിൻ്റെ ഫലമായിട്ട് വന്ന മാറ്റമായിട്ടാണ് രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത്. അതുപോലുള്ളൊരു മാറ്റമാണ് മറ്റത്തൂരിൽ സംഭവിച്ചതെന്ന് കേരളത്തിലിരുന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും അതുതന്നെയാണ്. കാരണം 8 കോൺഗ്രസ് മെമ്പർമാരാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ വിജയിച്ചത്. അവർ 8 പേരും ബി ജെ പി ആയി മാറി എന്നതാണ് പ്രശ്നം. അവരിപ്പോൾ പറയുന്നത് ഞങ്ങളാരും ബി ജെ പി ആയില്ല, പകരം ടെസി ജോസഫ് എന്ന് പറയുന്ന വിമത കോൺഗ്രസ്സുകാരത്തിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ സംഭവിച്ചത് ബി ജെ പിക്ക് അവിടെ ഒരു പ്രസിഡൻ്റ് ഉണ്ടാവുകയും വൈസ് പ്രസിഡൻ്റ് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. 24 അംഗങ്ങളുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് 4 അംഗങ്ങളാണുള്ളത്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ടൈമിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു, ഒരാൾ കൂടി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു വിജയവും ബി ജെ പിക്ക് ആ പഞ്ചായത്തിലുണ്ടായിട്ടില്ല. അത് ഇനി കാരണമുണ്ട്. അതുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ പല ഘട്ടത്തിലും ദ്രോഹിച്ചു. ആ ദ്രോഹം അത് ഈ അധികാരത്തിലിരിക്കുന്ന പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ കൂടി നടത്തുന്ന പ്രക്രിയയാണ്. അത് CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ CPM ആണത് ചെയ്യുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസ് ആണ് ചെയ്യുന്നത് എന്ന് മാത്രം. അതായത് അധികാരത്തിലിരിക്കുന്നവർക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങുമ്പോൾ ആ സംരംഭത്തിനോട് അനുകൂലമായ മനോഭാവമല്ല ഉള്ളത്. ഒന്നില്ലെങ്കിൽ സംരംഭം പൂട്ടിക്കുന്നത് അവരുടെ സർക്കാർ നിയമങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതായിട്ടുള്ള വരട്ട് നിയമങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവർ ഈ സംരംഭകനിൽ നിന്ന് അന്യായമായ കൈക്കൂലി ചോദിച്ചിട്ട് അതവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരത് പൂട്ടിക്കും, നിന്നെ പൂട്ടിക്കും എന്ന് പറഞ്ഞ് അതുൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ പൂട്ടിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം അത് വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറ്റുകയും വിദ്യാർത്ഥികളുടെ അധ്യാപകനായി തീരുകയും അങ്ങനെ ആ വിദ്യാർത്ഥികളുടെ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ടാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അയാൾ മത്സരിച്ച് ജയിച്ചൊരു സീറ്റാണ് അഡീഷണലായിട്ട് ബി ജെ പിക്ക് ലഭ്യമായത്. ബി ജെ പിക്ക് 4 സീറ്റാണ്. 24 അംഗ പഞ്ചായത്തിൽ ബി ജെ പിക്ക് 4 സീറ്റ് ലഭിച്ചു. ബാക്കിയുള്ളവർ CPM അതുപോലെ തന്നെ കോൺഗ്രസ്സുമാണ്. അതിൽ കോൺഗ്രസ്സിലാണ് 8 പേര്, 2 വിമതന്മാർ, അങ്ങനെ 8ഉം 10 പേര് CPM. അപ്പോൾ CPM എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമതയായി ജനിച്ച ഒരു ഔസേപ്പിനെ പിടിച്ച് അവരുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാനായിട്ടുള്ള ശ്രമം നടന്നു, അത് പൊളിഞ്ഞു. അപ്പോൾ വാശിക്കാണ് ടെസി ജോസഫ് എന്ന് പറയുന്നതായിട്ടുള്ള കോൺഗ്രസ് വിമതയെ പിടിച്ച് പ്രസിഡൻ്റാക്കുന്നത്. അങ്ങനെ പ്രസിഡൻ്റാക്കുന്ന സമയത്ത് അവരെല്ലാവരും അവർക്ക് വോട്ട് ചെയ്തു. അവരെല്ലാവരും വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അത് ബി ജെ പിയുടെ പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. വൈസ് പ്രസിഡൻറ്റ് ബി ജെ പിക്കാരനായിട്ട് ജയിച്ചു വന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് അമ്പരപ്പിച്ചുകൊണ്ട് ബി ജെ പി പഞ്ചായത്തായിട്ട് മാറി. അതിന് കാരണം പൊതുവെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 21 വർഷക്കാലമായിട്ട് ആ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM അവിടെ ഭരിച്ച് വലിയ തരത്തിൽ ജനവിരുദ്ധ വികാരം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ഇവരെങ്ങനെയും തോൽപ്പിക്കണം എന്നുള്ളത് അവിടുത്തെ വോട്ടർമാരുടെ ഒരാഗ്രഹമാണ്. പക്ഷേ പാർട്ടി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരിടമാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും അവർക്ക് 10 സീറ്റുകൾ നേടാനായിട്ട് കഴിയും. കോൺഗ്രസ്സിന് 8 സീറ്റേ നേടാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ അങ്ങനെ ജയിച്ചു വന്ന കോൺഗ്രസ്സിലെ അംഗങ്ങളുടെ ഒരാഗ്രഹമാണ് എങ്ങനെയെങ്കിലും CPMനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത്. ആ ആഗ്രഹ പ്രകടനം മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ നടത്തിയത്.
അതിനെ രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അത് അപകടകരമായിട്ടുള്ള ഒരു പരിണിതിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ അസ്തിത്വത്തെ പോലും ഇളക്കി ഒടിച്ച് തകർത്ത് കളയുന്ന ഒരു പ്രക്രിയയാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് കുറേ കാലം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ആ മുദ്രാവാക്യത്തെ കുറച്ചുകൂടി ഉറപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ സംഭവം മാറി. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ, കാരണം ഇത് കൂറുമാറ്റമാണ്. അങ്ങനെ കൂറുമാറ്റമാകുന്നത് കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മളുടെ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത് എന്നതിൻ്റെ അകത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല കോൺഗ്രസ് ഭാരവാഹിയുടെ കത്തും അതിൻ്റെ കൂടെ വയ്ക്കും. ഇവരെ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുകയാണ്, ഇവർക്ക് കൈപ്പത്തി ചിഹ്നം കൊടുക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടെന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ മത്സരിക്കുന്നതും ജയിക്കുന്നതും. കോൺഗ്രസിൻ്റെ അംഗമാണ്. കോൺഗ്രസ് പാർട്ടി പറയുന്നതേ അവർക്ക് ചെയ്യാനായിട്ട് അവകാശമുള്ളൂ. അപ്പോൾ വിപ്പിൻ്റെ പ്രശ്നം വരും. വിപ്പ് കൊടുത്ത അതിന് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക. ഇവിടെ വിപ്പ് പോലുമില്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നാളെ ഈ തർക്കം എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയാനായിട്ട് പോകുന്നത്. പക്ഷേ പ്രസിഡൻ്റ് കാര്യത്തിൽ വേണമെങ്കിൽ അതിന് ന്യായീകരണം ഉണ്ടാകാം. കാരണം അവർ കോൺഗ്രസ് വിമതയായി ജനിച്ച ഒരാളായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ വൈസ് പ്രസിഡന്റ് നിങ്ങൾ തിരഞ്ഞെടുത്തു, വൈസ് പ്രസിഡന്റ് നിങ്ങൾ എന്തിനു വോട്ട് ചെയ്തു എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അതിന് കോൺഗ്രസ്സിന് ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ടും അവർ BJPയെ വിജയിപ്പിച്ചു എന്ന് തെളിയിക്കപ്പെടുകയും ഇവരുടെ ഈ മെമ്പർമാർ എന്ന നിലയ്ക്കുള്ള അവരുടെ അവസ്ഥ, അവരുടെ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുകയും അവർ അയോഗ്യരാക്കപ്പെടുകയും ചെയ്യും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നൊരു കാര്യം. പക്ഷേ ഇവിടെ അവർ അയോഗ്യരാക്കപ്പെടുന്നുണ്ടോ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരായി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആരായി എന്നുള്ളതല്ല പ്രശ്നം. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, സീറ്റ് കിട്ടാതെ ഇരുന്ന ആളുകൾ ഇന്നലെ വരെയും ചിലപ്പോൾ അവർ CPM ആയിരിക്കാം, പക്ഷേ ഇന്നവർ പോയി നേരെ കോൺഗ്രസ്സിൽ ചേരുന്നു അല്ലെങ്കിൽ BJP ചേരുന്നു, എന്നിട്ട് അവർ മത്സരിക്കുന്നു. അത് CPMൻ്റെ മാത്രം പ്രശ്നമല്ല. BJPക്കാരൻ പോയി CPMൽ ചേർന്നിട്ടുണ്ട്, ലീഗുകാരൻ പോയി CPMൽ ചേർന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാരൻ പോയിട്ട് CPMൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെ ആരുടേതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിൽക്കുന്ന പ്രവർത്തകർ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യമല്ല, പകരം അവർക്ക് എന്ത് സ്ഥാനമാനങ്ങൾ കിട്ടും എന്നുള്ളതാണ്. പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞ് പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരികയും അവിടെ അസംതൃപ്തരായി കഴിഞ്ഞാൽ ആ അസംതൃപ്തി പ്രകടമാക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയും മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷ ആളുകളുടെ മനസ്സിലെന്ത്? അവരുടെ മനസ്സിലുള്ളത് അധികാരം മാത്രമാണ്, അധികാര കസേര മാത്രമാണ്. ആ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ, മത്സരത്തിൽ, ഓട്ടത്തിൽ ചിലപ്പോൾ അവരെല്ലാം മറക്കും. അങ്ങനെ എല്ലാം മറന്ന ഒരു നിമിഷത്തിലാണ് മറ്റത്തൂരിൽ BJPക്ക് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഉണ്ടാകും. അത് പക്ഷേ ഒരു മാതൃകാ രാഷ്ട്രീയമാണ് എന്നോ അല്ലെങ്കിൽ കേരളത്തിൽ BJPക്ക് അധികാരത്തിൽ വരാനായിട്ടുള്ള മാതൃക ഒരു മോഡലാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഗോവയിലും ഗുജറാത്തിലും മറ്റ് പലയിടങ്ങളിലും BJP അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച, അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ മുഴുവനും ഒഴുകിച്ചെന്ന് BJPയുടെ നേതാക്കളായിട്ട് മാറുന്ന കാഴ്ചയുണ്ട്. അങ്ങനെ മാറിയാണ് അവർക്കവിടെ അധികാരം നേടാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ കഴിയുമോ? കഴിയില്ല. തൽക്കാലം ഒരിക്കലും കഴിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയവും ഇനി വരാൻ പോകുന്ന കാലത്ത് രൂപപ്പെടാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്ര എളുപ്പത്തിൽ BJP അങ്ങനെ അധികാരത്തിൽ വരില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായതാണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തുള്ള വോട്ടുനില പരിശോധിക്കുന്ന സമയത്ത് പോലും അത് വളരെ കൃത്യവും വ്യക്തവുമാണ്. നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 20% നിന്ന് 15% അടുത്തേക്ക് അത് BJPയുടെ വോട്ട് കുറച്ച് കളഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പല ഗ്രാമപഞ്ചായത്തുകളും കൂടുതലായിട്ട് BJP പിടിച്ചു എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ അത് BJP പിടിച്ചു എന്നതും
BJPയുടെ വിജയമാണ്, മുന്നേറ്റമാണ്. പക്ഷേ ഇങ്ങനെയാണ് മുന്നേറുന്നതെങ്കിൽ ഒരുപാട് കാലം പിടിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ മാതൃകയാണെന്ന് പറയുന്ന ആളുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിൽക്കുന്ന ആളുകൾ പലരും നാളെ BJPയിലേക്ക് മാറിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെ മാറുമോ എന്ന് കോൺഗ്രസ്സിനോട് ചോദിച്ചാൽ കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം മാറാതിരിക്കാനുള്ള സാഹചര്യം കൂടുകയാണ് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ വിജയം കോൺഗ്രസിൻ്റെ ജീവൻ എന്താണ് വീണ്ടും നൽകിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കോൺഗ്രസ് അല്ലെങ്കിൽ താർന്നു പോയാനെ. വീണ്ടും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെട്ട ക്യാമ്പുകളിൽ ആളുകളുണ്ടാവില്ല. അതുകൊണ്ട് അവർ വിജയിച്ചതുകൊണ്ട് കോൺഗ്രസ് തുടർന്നും കേരളത്തിൽ ശക്തമായ അതിൻ്റെ പ്രവർത്തനം നടത്താനായിട്ട് കഴിവുള്ളൊരു സംഘടനയായിട്ട് മാറും എന്നുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവർ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതും ശരിയായ രീതിയിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മരണം അവർക്ക് മാറ്റിവെക്കാനായിട്ട് കഴിയും. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മരണം മാറ്റിവെക്കാനായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് കഴിഞ്ഞാൽ BJPക്കാർ സ്വപ്നം കാണുന്നത് പോലെ കോൺഗ്രസ്സുകാരെല്ലാം ഒഴുകി ഓടി BJPയിലേക്ക് ചെല്ലും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. മറ്റത്തൂർ ചൂണ്ടിക്കാണിച്ച് ഇതുപോലെ എല്ലായിടത്തും കോൺഗ്രസ്സുകാർ BJPയിൽ ഒഴുകിക്കൂടും എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല. കാരണം കുറേ നാളുകൾക്ക് മുമ്പല്ലേ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പത്മജ വേണുഗോപാലും അനിൽ ആൻ്റണിയും അടക്കം ചില്ലറക്കാരാണ് അവർ. കെ കരുണാകരൻ്റെ മകളും AK ആൻ്റണിയുടെ മകനും അടക്കമുള്ള നിരവധി നേതാക്കളല്ലേ കോൺഗ്രസ്സിൽ നിന്ന് BJPയിലേക്ക് ഓടിക്കയറി ചെന്നത്. അതിൻ്റെ പിന്നാലെ പോകാൻ എത്ര കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു? വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല, അവിടെ എത്തിയ പത്മജ വേണുഗോപാലിനും അനിൽ ആൻ്റണിക്കും എന്ത് സംഭവിച്ചു എന്ന് ബാക്കിയുള്ളവർ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് എത്രമാത്രം അധികാര ആർത്തി ഉണ്ടെങ്കിലും ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ആ പ്രശ്നം പരിഹരിക്കാൻ ഒരുപാട് കാലം പിടിക്കും. എളുപ്പത്തിലൊന്നും BJP അങ്ങനെ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ ഇല്ലാതാക്കി അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസ് തോറ്റുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ സ്കോപ്പ് ഇതിനേക്കാൾ വളരെ കൂടുമായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റത്തൂരിലെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് അപക്വമായ രാഷ്ട്രീയ ബോധമില്ലാത്ത കുറച്ച് മെമ്പർമാരും അവർക്ക് നേതൃത്വം കൊടുത്ത എനിക്ക് തോന്നുന്ന ഒരു DCCയുടെ വലിയ നേതാവൊക്കെ അതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അപക്വമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകൾ മാത്രമാണ്. അവർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. നിൽക്കുന്ന പാർട്ടിയുടെ പൊസിഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെയൊന്നും അറിയാൻ പാടില്ലാത്ത സമയത്ത് ഒരു വികാരപ്രകടനമായിട്ട് രാഷ്ട്രീയത്തെ അവരുപയോഗിച്ച സമയത്ത് സംഭവിച്ച ദുരന്തം മാത്രമാണ് മറ്റത്തൂർ മറ്റ് ഇടത്ത് ആവർത്തിക്കും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഇതിനൊരിക്കലും ഒരു മാതൃകയായിട്ടും ആരും കണക്കാക്കാൻ പാടില്ല.